ഇന്നൊരു പേഷ്യൻ്റ് സ്റ്റോറി പറയാം. ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ നടന്ന ഒരു സംഭവമാണ്. ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പ് വെള്ളത്തൂവലിൽ എന്നെ കാണാൻ ഒരു പേഷ്യൻ്റ് വന്നു. നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നു. അപ്പോൾ അവർക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആയിരുന്നു. ആൻറ്റിബോഡീസൊക്കെ ഹൈ ആണ്. അങ്ങനെ ബുദ്ധിമുട്ടുകൾ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എക്സാമിൻ ചെയ്തപ്പം അവർക്ക് തൊണ്ടയിലൊരു മുഴ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ അവരെ സ്കാൻ ചെയ്യാൻ വിട്ടു. സ്കാൻ ചെയ്യാൻ പോയി. പിറ്റേ ദിവസത്തേക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്താണ് അവർ പോയത്. സ്കാൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം ഇവരുടെ ഹസ്ബൻഡ് വിളിച്ചു, ഡോക്ടറെ ഞങ്ങൾ നാളെ അങ്ങ് വരുവാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റിപ്പോർട്ട്സ് എല്ലാം തിരിച്ചു വേണം. അപ്പം കാരണം എന്നാന്ന് ചോദിച്ചപ്പം ഇത് ഭയങ്കര പ്രശ്നമുള്ള കേസാണ്, ഞങ്ങൾക്ക് ഉടൻ തന്നെ സർജറി ചെയ്യണം. ഈ സ്കാൻ ചെയ്ത ആളെ ഇവരെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു. ഉടനെ അടുത്ത ഡോക്ടേഴ്സിനെ റെഫർ ചെയ്തു. അന്നത്തെ ദിവസം തന്നെ ഇവർ സർജറി ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസം ഇവർ വന്നു. ഇവർ ഭയങ്കരമായിട്ട് പാനിക്കാണ്. ആ സ്കാൻ ചെയ്ത റിപ്പോർട്ട്സ് പോലും നമ്മളെ ഒന്ന് കാണിച്ചില്ല, ഞങ്ങൾ ഇന്ന് തന്നെ പോവുകയാണ്, സർജറി ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങനെ പോയി. ഇന്ന് 1.5 വർഷങ്ങൾക്ക് ശേഷം ആ പേഷ്യൻ്റ് ഇടുക്കിക്കാരിയാണ്. അവർ കോട്ടയത്ത് ഏറ്റുമാനൂരുള്ള നമ്മുടെ ക്ലിനിക്കിൽ വന്നു. സർജറി കഴിഞ്ഞു. അന്ന് കണ്ട ആളല്ല, ഇന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി പോലുമില്ല ആളെ. കാരണം ഭയങ്കരമായിട്ടും ചീർത്ത് വീർത്ത് നടക്കാനും പറ്റുന്നില്ല. ആകെ വല്ലാത്തൊരു അവസ്ഥയിലാണ് അവർ വന്നത്. അപ്പം നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം അവരന്ന് തന്നെ പോയി സർജറി ഒക്കെ ചെയ്തു. സർജറി ചെയ്ത കൂട്ടത്തിൽ പാരാതൈറോയ്ഡ് ഗ്ലാൻഡും കൂടി എടുത്തു കളഞ്ഞു. ഇപ്പം 125ൻ്റെ ഗുളികയാണ് എല്ലാ ദിവസവും കഴിക്കുന്നത്. കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നു. കാൽസ്യം സപ്ലിമെൻറ്റ് 3 എണ്ണം കഴിക്കുന്നു. കാരണം പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഇല്ല, അപ്പോൾ ഇവർക്ക് കാൽസ്യം വേറെ വരില്ല. അപ്പം നമ്മൾ സപ്ലിമെൻറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കണം. കിഡ്നിയിൽ ഡിപ്പോസിറ്റ് തുടങ്ങിക്കഴിഞ്ഞു. ചെറിയ 3 mm സ്റ്റോൺസും കാണിച്ചു തുടങ്ങി. ഫാറ്റി ലിവർ ഉണ്ട്, എൻസൈംസ് ഹൈ ആണ്. അങ്ങനെ CRP 13 അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് ഇന്ന് അവർ തിരിച്ചു വന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ന് 1.5 കൊല്ലം മുമ്പ് അവർ വരുമ്പോൾ ഇവർക്ക് വലിയ കാര്യമായ പ്രശ്നങ്ങളില്ല. നമ്മുടെ പല വീഡിയോസിലും പേഷ്യൻ്റ് തന്നിരിക്കുന്ന ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിരിക്കുന്ന അത്രയും പോലും പ്രശ്നങ്ങൾ അന്ന് അവർക്കില്ല. വളരെ എളുപ്പത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അന്ന് ചികിത്സിച്ചു മാറ്റാമായിരുന്നു. ഇവിടെ നമുക്ക് ഈ തൈറോയിഡക്ടമി കഴിഞ്ഞതുകൊണ്ട് ഇനി ലിമിറ്റേഷൻസ് ആയിപ്പോയി. ഒന്ന്, നമുക്ക് ഇവരുടെ മരുന്നുകളൊന്നും കാര്യമായിട്ട് നിർത്തി കൊടുക്കാൻ പറ്റത്തില്ല. 2, ഇവിടെ അവയവമൊന്നും ഇല്ലല്ലോ, നമുക്കൊന്ന് ശരിയാക്കി കൊടുക്കാനായിട്ട് സാധനങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളൊന്ന് ഒരുവിധം മെച്ചപ്പെടുത്തി വിട്ടാലും ഗ്രാജുവലി നീർക്കെട്ടുകൾ പതുക്കെ വീണ്ടും വരാനായിട്ട് തുടങ്ങും. അപ്പോൾ റിപ്പീറ്റഡായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. ഇവർക്കിപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർക്കിപ്പം ഞാൻ നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞത് 3 ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ആർത്രൈറ്റിസിൻ്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ട്, IBSൻ്റെ സിംറ്റംസ് കാണിക്കുന്നു. അവർക്ക് ഒരു സാധനം കഴിക്കാൻ പറ്റുന്നില്ല. എന്ത് കഴിച്ചാലും അന്നേരം അവർക്ക് ടോയ്ലറ്റിൽ പോകണം, വയറുവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് 1ൽ നിന്ന് 3ലേക്ക് എത്തി, ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റിയിൽ നിന്ന് 3 ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിലേക്ക് എത്തി. അതുപോലെ ബാക്കി എല്ലാ പ്രശ്നങ്ങളും കൂടി. ഒരു വിധത്തിൽ എനിക്ക് നോക്കുകയാണെങ്കിൽ സന്തോഷമുണ്ട്, കാരണം അവർ എന്നെ തന്നെ അന്വേഷിച്ച് തിരിച്ചു വന്നല്ലോ. പക്ഷേ മറ്റൊരു സൈഡിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വന്നു. കാരണം അന്ന് സുഖമായിട്ട് ചികിത്സിച്ച് മാറ്റാമായിരുന്നു, അറ്റ്ലീസ്റ്റ് അവരുടെ ബുദ്ധിമുട്ടുകൾ എങ്കിലും മാറ്റാമായിരുന്ന ഒരു സ്റ്റേജിലായിരുന്നു. ഇന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തിരിച്ചു വന്നു. അതിൽ ഇപ്പോൾ സ്കാൻ റിപ്പോർട്ട്, അന്നത്തെ ആ പഴയ സ്കാൻ റിപ്പോർട്ട് നോക്കിയപ്പോൾ ടിറാഡ്സ് 3 സ്കോറിലുള്ള 1-2 മുഴകൾ അവർക്കുണ്ടായിരുന്നു. അത് കണ്ടിട്ടായിരുന്നു ഇവർ ഈ ചെറിയ മുഴകളാണ്, അതുകൊണ്ട് വലിയ ഒബ്സ്ട്രക്ഷനോ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇവർ പോയിട്ട് ഇത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പം ഞാനിത് പ്രത്യേകിച്ച് പറയാനൊരു കാരണം, ഈ തൈറോയിഡക്ടമിയെ പറ്റി ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ തൈറോയിഡക്ടമി കഴിഞ്ഞ ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം പറയാം. ഈ തൈറോയിഡക്ടമി ഏതൊക്കെ കേസിലാണ് വേണ്ടേ? ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ചെയ്യണം. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ തൈറോയിഡക്ടമിയെ പറ്റി ചിന്തിക്കേണ്ടത്. ഒന്ന്, FNAC ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മാലിഗ്നന്റ് ട്യൂമർ ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് മാലിഗ്നന്റ് ട്യൂമർ ആണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഇനി ടോക്സിക് മൾട്ടി നോഡ്യൂലർ ഗോയിറ്റർ എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്, ഹോട്ട് നോഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, ഇല്ലെങ്കിൽ ഈ മുഴ ഇങ്ങനെ ഉള്ളിലേക്ക് കണ്ടമാനം വളർന്ന് നിങ്ങൾക്ക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്, ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡക്ടമി ചെയ്യാം. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ എങ്കിലും ഈ സാഹചര്യത്തിൽ ഇതിരുന്ന് വഷളായാലുള്ള പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് കമ്പാരിറ്റീവ്ലി കുറവാണ്.
അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ തൈറോയിഡെക്ടമിയെ പറ്റി ചിന്തിക്കാവൂ. കാരണം ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷനും ഇല്ല. ഈ പേഷ്യൻ്റ് തന്നെ ഈ 1.5 വർഷം പോകാത്ത സ്ഥലങ്ങളില്ല. അപ്പം അവിടെ നിന്നെല്ലാം അവർക്ക് കിട്ടിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ 100, 125, 150 ആക്കി കൊടുക്കും മരുന്ന്. അത് കാൽസ്യം ഗുളിക കൂട്ടിയും കുറച്ചും കൊടുക്കും. ഇത് രണ്ടും മാത്രം, അല്ലെങ്കിൽ കുറച്ച് മൾട്ടി വിറ്റമിൻസ് കഴിക്കാൻ പറയും. അപ്പം ഈ ഒരു കാര്യം എനിക്കിന്ന് ക്ലിനിക്കിലിരുന്ന് അതൊന്ന് റെക്കോർഡ് ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. എത്രയും പെട്ടെന്ന് അത് നിങ്ങളോട് പറയണം തോന്നി. ഇതുപോലെ പല പേഷ്യൻസും എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പം ഈ പ്രത്യേകിച്ച് ഈ തൈറോയിഡെക്ടമി ചില ആളുകൾ വിചാരിക്കും അതങ്ങ് എടുത്തു കളഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ. അങ്ങനെ എടുത്തു കളഞ്ഞിട്ടും പ്രശ്നങ്ങളില്ലാത്ത വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. ഒരുപാട് ആളുകൾക്കും ഈ പ്രശ്നങ്ങൾ കൂടുതൽ തന്നെയാണ്. പ്രത്യേകിച്ച് പാരാതൈറോയ്ഡ് ഗ്ലാൻഡും കൂടെ എടുത്ത് കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് കാൽസ്യം ഗുളിക കഴിച്ചുകൊണ്ടേയിരിക്കണം. ഈ കാൽസ്യം ഗുളിക ഓവറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അറിയാലോ, ഇത് കിഡ്നിയിലും മറ്റു പല സ്ഥലങ്ങളിൽ ഇത് ഡിപ്പോസിറ്റ് ചെയ്യും, കല്ലുണ്ടാക്കും. പിന്നെ അതിൻ്റെ വേദന എന്ന് പറയുന്നത് എന്തോരം മാരകമാണ്. അപ്പം ഇത് ഒക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ഇന്നിപ്പോൾ എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ അഫോർഡബിൾ ആണ്. ഒരു സർജറി എന്ന് പറഞ്ഞാൽ വലിയ പൈസ ഒന്നും ആണെന്ന് ആൾക്കാർക്ക് തോന്നില്ല. അപ്പോൾ ഒരു ഫാഷനായിട്ട് മാറിയേക്കുവാണ് അതിൻ്റെ സർജറി കഴിഞ്ഞതാണ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും പല പേഷ്യൻസും യൂട്രസ് പോലും എടുത്തു കളയും. തൈറോയിഡ് ഉള്ള ആളുകൾക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടാവും, ഹെവി ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ ആദ്യമേ ചെയ്യുന്ന ഹിസ്റ്ററെക്ടമിയാണ്. അപ്പോൾ ഈ ഹിസ്റ്ററെക്ടമി കഴിഞ്ഞു പിന്നെയും കുറേ കാലം കഴിയുമ്പോഴേക്കും തൈറോയിഡും കൂടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം പിന്നെ അങ്ങോട്ട് ആകെ കട്ടപ്പുകയായി, ആകെ പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് തൈറോയിഡെക്ടമിയെ പറ്റി ഒരു 100 വട്ടമെങ്കിലും ചിന്തിച്ചിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ 2 or 3 ഒപ്പീനിയൻസ് വേറെ എടുക്കണം. ശരിക്കും ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ, അതോ കുറച്ച് കാലം കൂടി കഴിഞ്ഞിട്ട് ഇത് ചെയ്താൽ മതിയോ? അത് പറഞ്ഞു തരുന്ന വളരെ നല്ല ഡോക്ടർമാരുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ സർജറി ഒക്കെ ചെയ്യുമ്പം ഈ പാരാതൈറോയിഡിനെ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടപ്പാടുള്ള പണിയാണ്. അപ്പം അത് കൃത്യമായിട്ട് അത് ചെയ്ത് തൈറോയിഡിന് മാത്രം മാറ്റിയെടുക്കും, സർജറി ചെയ്ത് കളയുന്ന ഡോക്ടർമാരുണ്ട്. അല്ലെങ്കിൽ ഇത് ശരിക്കും നിങ്ങൾക്ക് ഇതിപ്പം വേണോ, അതെ കുറച്ച് വർഷം കൂടെ കഴിയട്ടെ എന്നിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു തരുന്ന ഡോക്ടർമാരുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരെ അടുത്ത് അല്ലെങ്കിൽ 2 or 3 പേരെ നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്യുക. കാരണം ഞാൻ ഈ 2 or 3 പേരെ കൺസൾട്ട് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം, ഈ അടുത്തിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു. ഒരു എൻഡോക്രൈനോളജിസ്റ്റാണ്, ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് തൈറോയിഡിന് ഇൻഫ്ലമേഷൻ വരില്ല, കാരണം തൈറോയിഡ് ഗ്രന്ഥി അയഡിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ബീറ്റാഡിനിലൊക്കെ അയഡിൻ ഉള്ളതുകൊണ്ട് മുറിവ് ഉണങ്ങാൻ സഹായിക്കുമല്ലോ. അതുകൊണ്ട് തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് അയഡിൻ വരുന്നതുകൊണ്ട് തൈറോയിഡ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വരില്ല അത്രേ. അങ്ങനെയാണെങ്കിൽ തൈറോയിഡൈറ്റിസ് എന്ന ടേം തന്നെ നമുക്ക് ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു മാറ്റണം, മെഡിക്കൽ ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു മാറ്റണം അല്ലേ. ഇപ്പോൾ ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് പോട്ടെ, ഇപ്പോൾ ആൻറ്റിബോഡീസ് ഇല്ലാതെ ഡിഫ്യൂസ് തൈറോയിഡൈറ്റിസ് ആയിട്ടോ അല്ലെങ്കിൽ ക്രോണിക് തൈറോയിഡൈറ്റിസ് ഒക്കെ ആയിട്ട് പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പം അയഡിൻ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊന്നും ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. അപ്പം ഇങ്ങനെയുള്ള അഡ്വൈസ് കിട്ടുന്നിടത്തേക്ക് ആണോ നിങ്ങൾ പോകണ്ടേ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. അപ്പോൾ ശരിയായ അഡ്വൈസ് തരുന്ന ആളുകളെ സെലക്ട് ചെയ്യുക, ശരിക്കും അത് ചിന്തിക്കുക. നിങ്ങൾക്കിതിപ്പം വേണോ വേണ്ടയോ എന്ന് നന്നായി പഠിച്ച് നല്ല ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക.